ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുധി ചന്ദ്രമതിയോട് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, അമ്മ ഒരു 14 ലക്ഷമെന്ന്. മിണ്ടിപ്പോയ കരുത്, നിനക്ക് ഞാൻ 14 ലക്ഷം പോയിട്ട് 100 രൂപ പോലും തരത്തില്ല. മര്യാദയ്ക്ക് ഇവിടെ എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് ജീവിച്ചോണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അകത്തേക്ക് അങ്ങ് പോവുകയാണ്. സച്ചിക്ക് സന്തോഷമാകുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ. സച്ചി എന്നിട്ട് രേവതിക്കിട്ട് നോക്കുന്നുണ്ട്. അന്നേരം രവീന്ദ്രൻ അങ്ങനെയൊന്നും പറയുന്നില്ല. എന്നിട്ട് സച്ചി എന്ന് പറയും, എടാ അമ്മ പറഞ്ഞ പോലെ നീ ഇവിടെ എന്തെങ്കിലും ജോലി നോക്കി ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് രേവതിയോടും അച്ഛനോടും പറഞ്ഞ് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ നിപ്പ് കാണുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് സങ്കടം തോന്നുന്നുണ്ട്. അപ്പോഴത്തേന് രവീന്ദ്രനും പറയും, എടാ നീ എന്തെങ്കിലും ജോലി നോക്ക്, അല്ലാതെ കാനഡ മോഹമൊക്കെ ഉപേക്ഷിച്ചേക്കാൻ പറയും. ആകെ സങ്കടത്തിലാകുന്ന ശ്രുതി പിറ്റേ ദിവസം കൂട്ടുകാരനെ കാണാനായിട്ട് പാർക്കിൽ പോയിരിക്കുന്നുണ്ട്. കൂട്ടുകാരൻ വന്ന് വിളിച്ച് എന്താ എന്നൊക്കെ ചോദിക്കാൻ പറയും, എനിക്ക് കാനഡയ്ക്ക് പോകാനുള്ള പൈസ ഒത്തില്ല, എല്ലാ വഴികളും അടഞ്ഞെന്നൊക്കെ പറയും. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാന്ന് ചോദിക്കും. ഒരു വഴി അടഞ്ഞിട്ടില്ല എന്ന് പറയും. അതാരുടെ എന്ത് വഴിയാന്ന് ചോദിക്കും. നീ എനിക്കൊരു 14 ലക്ഷം രൂപ തരണമെന്ന് പറയും. 14 ലക്ഷം രൂപയോ? അതുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ നടക്കേണ്ട ആവശ്യമുണ്ടോ പാർക്ക് വഴി എന്ന് ചോദിക്കും. അതല്ല, നീ എങ്ങനെയും ഞാൻ കുറച്ച് 6 മാസം കഴിയുമ്പോഴത്തേന് കാനഡയിൽ പോയി പൈസ ഉണ്ടാക്കിയിട്ട് നിനക്ക് തിരിച്ചു തരാമെന്ന് പറയും. പിന്നെ കുറച്ച് പൈസ നിനക്ക് ഞാൻ തന്നിട്ട് അത് മേടിക്കാൻ ഞാൻ എത്ര നാൾ നടന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലെന്ന് പറയും. ഞാൻ തന്നില്ലല്ലോ, എൻ്റെ ഭാര്യ തന്നോളൂ എന്ന് പറയും. കാര്യം അതിന് ഞാൻ മേടിക്കാനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറയും. എന്തായാലും നിനക്ക് പൈസ വേണമല്ലോ, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വാ. അത് നിനക്ക് ഞാനൊരു സ്വാമിജിയെ പരിചയപ്പെടുത്തി തരാം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ സ്വാമിജിയോട് പറഞ്ഞാൽ മതി. സ്വാമിജി അത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പരിഹാരം ഒക്കെ പറഞ്ഞു തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്നാൽ പിന്നെ സ്വാമിജി ഒന്ന് ഫോൺ വിളിച്ച് എന്താ പരിഹാരമെന്ന് ചോദിക്കുക. അത് നമ്മൾ ചെയ്തിട്ട് അങ്ങോട്ട് ചെല്ലാം. പൈസ പിന്നെ സ്വാമിജിയെ തരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഈ മേടിച്ചുകൊണ്ട് പോരാമെന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെക്കൊണ്ട് ഞാൻ മടുത്തു, മിണ്ടാതെ എൻ്റെ കൂടെ വരുവാണെങ്കിൽ മാത്രമേ ഞാൻ സ്വാമിജിയുടെ അടുത്ത് കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ കൊണ്ടുപോവുകയാണ് ശ്രുതിയെ. പിന്നീട് കാണിക്കുന്നത് വർഷ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോഴത്തേന് വർഷയെ നേരത്തെ ആക്രമിച്ച പയ്യനെ കാണുകയാണ്. പയ്യനുടനെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് വർഷയുടെ പുറകെ ചെന്നിട്ട് കാറ് കുറുകയിട്ട് വർഷയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. വർഷ ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങണോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുടനെ കാറിനകത്ത് ഈ പയ്യൻ ഇരിക്കുന്നത് കാണും. ഇത് കണ്ടു കഴിയുമ്പോഴത്തേന് വർഷയ്ക്ക് ആകെ ടെൻഷൻ ആകുകയാണ്. എന്നാൽ അവന് വർഷ കഴിയുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമാണ്. വർഷ വരണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ കാറിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ചോദിക്കും, നിന്നെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു, ഇപ്പം നീ എന്നെ പറ്റിച്ചേച്ച് ജീവിക്കില്ലായിരുന്നു, എന്ത് പറ്റി? നീ എന്നാ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നീങ്ങി പോകുന്ന അമ്മ വീട്ടിലോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കും. നിൻ്റെ ഭർത്താവിൻ്റെ വീട് വേണ്ടെന്ന് വെച്ചോ എന്നൊക്കെ ചോദിക്കും. ഞാൻ എവിടെ താമസിച്ചാലും നിനക്ക് എന്താ, ഇതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും. എന്നാലും നീ എന്നെ കളഞ്ഞിച്ച് വേറൊരുത്തൻ്റെ കൂടെ ചാടിപ്പോയതല്ലേ, എന്നിട്ട് നിനക്ക് ജീവിതം അത്ര സുഖമൊന്നും അല്ലായിരുന്നല്ലേ എന്ന് ചോദിക്കും. നീ ഇനി എൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഞാനിപ്പോൾ രാജകുമാരിയെ പോലെ നിന്നെ ഞാൻ നോക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് വർഷയുടെ കയ്യെ പിടിച്ച് വലിക്കുകയാണ്. വർഷ കൈ വിടിവിച്ചിട്ട് അവൻ്റെ ചെവിക്കല്ല് തീർത്ത് ഒറ്റൊരെണ്ണം കൊടുക്കുന്നുണ്ട്. അവനതൊന്നും വലിയ കൂസലൊന്നുമല്ല. അവൻ പറയും, നീ ഒരിക്കലും എൻ്റെ ഇന്ന് രക്ഷപ്പെട്ട്, അന്നേരം ഒരു ലേഡി വന്ന് നിന്നെ രക്ഷിച്ചു, അവക്കട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി നോക്കുമ്പോൾ വർഷ ആരാണ്ട് പിടിച്ച് വലിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നു. സച്ചി പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ഓടി വരുന്നുണ്ട്. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ അങ്ങോട്ട് തള്ളിയിട്ടിട്ട് അവനെ എടുത്തിട്ട് അടിക്കുകയാണ്. എന്നിട്ട് അപ്പോഴത്തേന് വർഷ അങ്ങ് ഞെട്ടി പോകുന്നുണ്ട്. സച്ചി പെട്ടെന്ന് വന്നതും അടിച്ചതും ഒക്കെ ഓർത്തിട്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയാവോടാ എന്നൊക്കെ ചോദിക്കും. നീ ആരാണെന്ന് ഞാൻ എന്തിനാ അറിയുന്നത്? എന്തായാലും നീ ഒരു തെമ്മാടിയാന്ന് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ നീ ഇപ്പം പകല് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കയറി പബ്ലിക്കായിട്ട് പിടിച്ചില്ലേ, അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലേടാന്നൊക്കെ ചോദിക്കും. ഞാൻ നിന്നെ കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞ് അവൻ സച്ചിയെ തല്ലാൻ തുടങ്ങുകയാണ്. സച്ചി അവനെ എടുത്തിട്ട് അങ്ങ് അടിക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് തല്ലും. അന്നേരത്തേന് വർഷ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നും പറയുന്നില്ല കേട്ടോ വർഷ. അന്നേരം അവൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് പറയും, നീ ഇനി ഒരു പെണ്ണിനോടും ഇങ്ങനത്തെ പരിപാടി കാണിക്കരുത് എന്ന് പറഞ്ഞ് കൈ ഒടിക്കാനുള്ള പരുവത്തിലൊക്കെ പിടിച്ച് തിരിക്കുന്നൊക്കെ ഉണ്ട്. പെട്ടെന്ന് സച്ചി പറയും, നിന്നെ ഞാൻ എവിടാണ്ട് വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അന്നേരം സച്ചി ഓർക്കുന്നുണ്ട് രേവതി ഒരു വീഡിയോ കാണിച്ചത്. വർഷ ഒരിക്കലും ഇവൻ ഉപദ്രവിച്ചപ്പോഴത്തേന് രേവതി ഒരു ചുടുകട്ട എടുത്ത് അവനിട്ട് എറിഞ്ഞത്. നീ ആയിരുന്നല്ലേ അതെന്ന് ചോദിച്ചിട്ട് അന്നേരത്തേന് വർഷയോടും ചോദിക്കുന്നുണ്ട്, ഇവനാണോ അന്ന് നിന്നെ ഉപദ്രവിച്ചെന്ന്? അതേന്ന് പറയും. എന്നിട്ട് അന്നേരത്തേന് ബാക്കിയും കൂടെ അടിക്കുകയാണ് സച്ചി. എന്നിട്ട് പറയും, എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരല്ലേടാ, ഇനി ഞാൻ കൂടെ തന്നേക്കാമെന്ന് പറഞ്ഞ് കുറേ അടി അങ്ങ് കൊടുക്കും. എന്നിട്ട് പറയും, എൻ്റെ അച്ഛൻ ആരാന്ന് ഞാൻ കാണിച്ചു തരാടാന്നൊക്കെ പറയുന്നുണ്ട് അവൻ. ഉടനെ സച്ചി പറയും, നിൻ്റെ അച്ഛൻ ആരാണെന്ന് നിൻ്റെ അമ്മയോട് ഒന്ന് ചോദിക്കുക, അല്ലാതെ എന്നോട് ചോദിക്കുകയല്ല ചെയ്യേണ്ടത്, നീ ആരാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി പറഞ്ഞു വിടുവാണ്. അവൻ പോയ ഉടനെ വർഷ അങ്ങ് പോകുന്നുണ്ട്. ഉടനെ സച്ചി വിളിച്ചിട്ട്, വർഷ എനിക്കൊരുന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയും. എന്നിട്ട് അവരവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലുള്ളടത്ത് നിന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്താ വീട്ടിലേക്ക് വരാത്തത്? നീ ശ്രീകാന്തുമായിട്ട് വന്നാൽ മാത്രമേ വീട്ടിൽ സന്തോഷം ഉണ്ടാകത്തുള്ളൂ, നീ ഇല്ലെങ്കിൽ അവൻ വരത്തില്ലെന്നാ പറഞ്ഞെന്നൊക്കെ പറയും. അപ്പോൾ വർഷയ്ക്ക് അങ്ങ് വല്ലാതാകുന്നൊക്കെ ഉണ്ട്. അന്നേരം വർഷയോട് പറയും, നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് കെട്ടിയവരല്ലേ,
അപ്പോൾ പിന്നെ വീണ്ടും ആ സ്നേഹമൊക്കെ എവിടെ പോയി, കല്യാണം കഴിഞ്ഞോടുകൂടി നിങ്ങളുടെ പ്രേമമൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയൊന്നും ജീവിക്കാൻ പാടില്ല എന്ന് പറയും. ഞാനാണ് തെറ്റ് ചെയ്തതെങ്കിൽ ഞാനിപ്പം ക്ഷമ പറയാം, നിൻ്റെ അച്ഛൻ അതുപോലെ പറഞ്ഞ കാരണമാണ് എനിക്ക് നിൻ്റെ അച്ഛനെ അടിക്കേണ്ടി വന്നതെന്നൊക്കെ പറയും. ഉടനെ വർഷ ചോദിക്കും, അതിന് അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, പറഞ്ഞ് മനസ്സിലാക്കിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു നോക്കി, എന്നിട്ടും നിൻ്റെ അച്ഛൻ അത് കേട്ടില്ല. അത് കാരണമാണ് എനിക്ക് അടിക്കേണ്ടി വന്നത്. പക്ഷേ നീ അതൊക്കെ ക്ഷമിച്ച്, അതൊക്കെ നിങ്ങളുടേതായ കാര്യമല്ലല്ലോ, എന്നിട്ട് നീ എങ്ങനെയെങ്കിലുമൊക്കെ ക്ഷമിച്ച് നീ ശ്രീകാന്തിൻ്റെ കൂടെ വരണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ട കാലമല്ലേ ഇത്, നിനക്ക് ഈ സമയം വെറുതെ എന്തിനാ കളയുന്നതെന്നൊക്കെ ചോദിക്കും. നീ കണ്ടിട്ടില്ലേ ഞാനും രേവതിയും തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്നിട്ടും രേവതി എന്നെ വിട്ടു പോയിട്ടില്ലല്ലോ. അതാണ് ഭാര്യ എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച് ജീവിക്കേണ്ടവരാ. അതുകൊണ്ട് നീ ശ്രീകാന്തുമായിട്ട് സ്നേഹത്തോടെ ജീവിക്കണം, നീ വീട്ടിലേക്ക് വരണം. നിങ്ങൾ വരാത്ത കാരണം ഞങ്ങളുടെ വീട്ടിലൊരു സന്തോഷമൊന്നുമില്ല, നീ ആലോചിച്ച് തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് സച്ചി. അന്നേരം വർഷ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുധി കൂട്ടുകാരൻ്റെ കൂടെ സ്വാമിയെ കാണാൻ വരുന്നതാണ്. സ്വാമി ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന കാണുമ്പോഴത്തേന് സുധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ സ്വാമി ഇരുന്ന് ഉറങ്ങുകയാണോ, ഇപ്പോഴെങ്ങാനും ഉറക്കം തെളിയുമോന്ന്. നീ എന്നെ ഈ പറയുന്നത്, ഇതുപോലെ കൈയും കുപ്പി ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അന്നേരം സുധിക്ക് അതൊന്നും അറിയത്തുപോലില്ല. എന്നിട്ട് ഇരുന്ന് കൈ കുപ്പി ഇരിക്കുക. എന്നിട്ട് ചോദിക്കും, കണ്ണ് തെളിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് സ്വാമി കണ്ണ് തെളിക്കുകയാണ്. അന്നേരം കൂട്ടുകാരൻ പറയും, സ്വാമി ഇതെൻ്റെ കൂട്ടുകാരനാണ്, ഒരുപാട് പഠിത്തമൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് പറയും, 7 ഡിഗ്രി ഉണ്ട് എനിക്ക് എന്നൊക്കെ പറയും. പക്ഷേ ജോലിയില്ല എന്ന് പറയും. അത് ശരിയാ, പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ജോലി ഇല്ലാത്തവരായിപ്പം കൂടുതലെന്നൊക്കെ ആ സ്വാമി പറയുന്നുണ്ട്. ഉടനെ സുധി ചോദിക്കുന്നുണ്ട്, എനിക്ക് സ്വാമിയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെന്ന്. അപ്പം കൂട്ടുകാരൻ പറയും, എടാ നീ എന്നെ ഈ പറയുന്നത്, അതല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് പറയും, സ്വാമിജിയുടെ ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിക്കും. അപ്പോഴത്തേന് സ്വാമിയൊന്നും മിണ്ടാതിരിക്കുകയാണ്. കൂട്ടുകാരൻ തടയുന്നൊക്കെ ഉണ്ടെങ്കിലും സുധി അങ്ങ് ചോദിക്കുകയാണ്. എന്നിട്ട് പറയും, സ്വാമി ഒരുപാട് പേർക്ക് ഒരുപാട് നന്മകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ, അതുവഴി രക്ഷപ്പെട്ടവർ എത്ര പേരുണ്ടെന്ന് സ്വാമിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേന് ആ സ്വാമി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സുധിയെ. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.